കാർഡ് എന്താ ഏതാന്ന് നോക്കാതെ പീറ്റർ കാർഡ് എടുക്കുകയാണ്. ഇത് വലിയ റിസ്ക് ആണ്. ഞാൻ ഇതെല്ലാം വെച്ച് കളിക്കുന്നു. ഞാനും എന്റെ ഉള്ളതെല്ലാം വെച്ച് കളിക്കാൻ തയ്യാറാണ്. നീ ഞങ്ങളുടെ ടീമിലേക്ക് വരുന്നോ? മോനെ പീറ്റർ, എന്തിനാ ഞാൻ നിന്റെ ടീമിൽ വരുന്നേ? അതുകൊണ്ട് എനിക്കെന്ത് കിട്ടും? നിനക്ക് ആവശ്യമുള്ളത് കിട്ടും, പൈസയും പിന്നെ റെസ്പെക്റ്റും. ടീമിൽ ചേരാൻ നിങ്ങൾ രണ്ടാളും നിങ്ങളുടെ ബിഹേവിയർ മാറ്റണം, പിന്നെ ഈ ഗെറ്റപ്പും ചേഞ്ച് ചെയ്യണം. ചൂത് കളിക്കരുത്, കാരണം അത് കളിയല്ല, കബളിപ്പിക്കലാണ്. നീ കളി പഠിക്കാൻ ആഗ്രഹിക്കുന്നോ? എന്റെ അച്ഛൻ ഈ കളി വെച്ചാണ് അവർ കൊന്നത്. ഇപ്രാവശ്യം എത്രയാണ്? 0. എനിക്കും കളിക്കണം. ശരാ മാഡം, നിങ്ങൾ എത്ര നേരമായി ഡബ്ബിട്ട് കൊടുക്കുന്നു? ഒന്ന് ഓപ്പൺ ചെയ്യ്. ഡൈസിന്റെ നമ്പർ ഈ പ്രാവശ്യം ഞാൻ തന്നെ ഗസ് ചെയ്യും. എന്റെ നമ്പർ 17. തീർച്ചയായിട്ടും ഈ റൗണ്ടിൽ ചെറിയ നമ്പറേ വരുള്ളൂ. സിഗ്നൽ വളരെ ക്ലിയർ ആണ്. പക്ഷെ നീ വലിയ നമ്പർ വെച്ചാണല്ലോ കളിക്കുന്നത്. അവന് തോൽക്കാൻ ആഗ്രഹമെങ്കിൽ തോക്കട്ടെ. ഈ കളി ഭാഗ്യത്തിന്റേത് മാത്രമാണ്. ടേബിളിന്റെ ലിമിറ്റ് എത്രയാ? ഒരു സിംഗിൾ ഡെക്കില് 1.5 ലക്ഷം. ശരി, 1.5 ലക്ഷം എടുത്തു വെക്ക്. 1.5 ലക്ഷം? ഇന്നീ കസീനോ അടച്ചുപൂട്ടേണ്ടി വരും, അത് ഉറപ്പാ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, എന്റെ ബ്രോ ഈ കളിയിലെ സിംഹ. എന്റെ ബ്രദറിനെ തോൽപ്പിക്കാനായിട്ട് ഇവിടെ ഒരുത്തനും ഉണ്ടായിട്ടില്ല. ഈ കൊമ്പൻ ഗാംബ്ലർ ആരായിരിക്കും? ആരായാലും ശരി, ജസ്റ്റിനെ തോൽപ്പിക്കാൻ പറ്റില്ല. സർ, ഒരുപാട് കളിച്ചതല്ലേ, ഇനിയൊരു ഗെയിം എന്റെ കൂടെ കളിക്കേ. പക്ഷെ എനിക്കൊരു കണ്ടീഷനുണ്ട്. പറ. ടേബിളിന്റെ ലിമിറ്റ് കൂട്ടണം. ഇത് ബിഗ് ഡാഡിയുടെ കാസിനോ ആണ്. ഇവിടെ പൈസയ്ക്ക് ഒരു കുറവുമില്ല. നീ പറ, എത്ര ലിമിറ്റാ കൂട്ടേണ്ടത്? ഇത് മുഴുവൻ വെച്ച് കളിക്കേ. എങ്കിൽ രണ്ടിലൊന്ന് നോക്കാം. ഹിറ്റ് ഓർ സ്റ്റേ? ഹിറ്റ്. അല്ലെങ്കിൽ വേണ്ട, ഒറ്റയടിക്ക് 3 കാർഡ്. ബ്രോ പറഞ്ഞു കേട്ടില്ലേ, 3 കാർഡെന്ന് പറഞ്ഞാൽ 3 കാർഡ് എടുത്ത് വെക്കണം. കണ്ടില്ലടാ, എന്റെ ബ്രദറെ സിംഹം. എടാ ചിങ്കടേ, കൂടുതൽ കിടന്ന് ചാടണ്ട. ഇനിയും ഞാൻ എന്റെ കാർഡ് ഓപ്പൺ ചെയ്തിട്ടില്ല. ആർക്കറിയാം, എന്റേതും 21 ആണെങ്കിലോ? എന്നാ പിന്നെ ഓപ്പൺ ചെയ്ത് നോക്ക്. 3, 5 എടുത്തു വെക്ക്. മൂന്നാമത്തെ തിരിച്ചു വെക്ക്. 3, അപ്പൊ 13. അടുത്ത കാർഡ് കിങ്, ക്യൂൻ, ജാക്ക് ഏത് വന്നാലും ശരി, നീ ഈ കളിയിൽ തോറ്റുപോയിരിക്കും. ആണോ? നോക്ക്. ജസ്റ്റിൻ, കാർഡ് നോക്കുന്നതിന് മുൻപ് നല്ലോണം പ്രാർത്ഥിക്കേ. ഈ ഗെയിം മൊത്തം ലക്ക, ചീറ്റിംഗ് അല്ല. നീ ഇപ്പൊ എന്തിനാ ചൊറിയുന്നേ? നീ നിന്റെ കാർഡേ നോക്ക്.
എന്റെ ശ്രദ്ധ വേണ്ട സ്ഥലത്ത് തന്നെ ഉണ്ട്. നീ ഇവിടെ നോക്കി ശ്രദ്ധിച്ച് കളിക്ക്. ഒരുപക്ഷെ ചൊറിയാൻ വേണ്ടി ഇനി നിന്റെ കൈ ബാക്കിയുണ്ടാവില്ല. ഈ കസിനോയിലെ റൂൾ അറിയാലോ, ചീറ്റിംഗ് ചെയ്താ കൈ വെട്ടും. കാർഡ് തിരിക്കുന്നതിന് മുൻപ് ആ കാര്യം നീ ഓർത്തോ. നിന്റെ ഓപ്പോണന്റ് ആരാന്നറിയാലോ? ഞാൻ അപ്പളേ പറഞ്ഞില്ലേ നമ്മുടെ ബ്രോ ശരിക്കും ഒരു മജീഷ്യനാ, എന്ത് കളിച്ചാലും ജയിക്കും. ഞാൻ പറഞ്ഞില്ലടാ, എന്റെ ബ്രോ സിംഹടാ, സിംഹം. ഇന്നാ പിടിച്ചോ നിന്റെ തുക. പെട്ടെന്ന് സ്ഥലം വിടാൻ നോക്ക്. ഇല്ല, ഇപ്പോഴല്ല. അതെന്താ, ഇനിയും കളിക്കാൻ പോവാണോ? ഇനി ഞാൻ കളിക്കാൻ പോകുന്നത് നിന്റെ കൂടെയല്ല, നിന്റെ അപ്പന്റെ കൂടെയാടാ. നീ സത്യം പറ, നീ ഞങ്ങളുടെ എല്ലാം തട്ടിപ്പറിക്കാൻ വന്നാ? തട്ടിപ്പറിക്കാനല്ല, വെട്ടിമുറിക്കാനാ. നിന്റെ വല്യപ്പനുണ്ടല്ലോ, ബിഗ് ഡാഡി, അവനോട് ചെന്ന് എന്നെ വന്ന് കാണാൻ പറ. അപ്പൊ നിനക്ക് ബിഗ് ഡാഡിയെ കാണണമല്ലേ? അതെ, നിന്റെ വല്യച്ഛനെ കാണണം. ഈ ഫോട്ടോയ്ക്ക് പിന്നിലുള്ള കഥ നിനക്ക് അറിയണമല്ലേ? എന്നാ കേട്ടോ, ഇയാളുണ്ടല്ലോ പട്ടിയെ പോലെ മരിച്ചുപോയത്. ആക്ച്വലി ഇയാളൊരു പട്ടിയെ പോലെ തന്നെയാ. നിനക്കെന്തായാലും അറിയാമല്ലോ, കാരണം നീ ഒരു പട്ടിക്കുണ്ടായവനല്ലേ. അതുകൊണ്ട് പറയാ, ബാക്ക് ഓഫ്, പുറകോട്ട് പോ. കൂടുതൽ അഭ്യാസം വേണ്ട, അല്ലെങ്കിൽ നീയും നിന്റെ അച്ഛനെ പോലെ തെരുവ് നായയെ പോലെ ചാവേണ്ടി വരും. ഇപ്പോഴും നിനക്ക് ബിഗ് ഡാഡിയെ കാണണമെന്ന് തോന്നുന്നുണ്ടോ? എനിക്കും കളിക്കണം. പീറ്റർ ഡിക്കോസ്റ്റ, ഫുൾ നെയിം. എന്താ നിന്റെ വിചാരം, നിന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ലെന്ന്? നീ വീണ്ടും വന്നോ? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, ബിഗ് ഡാഡിയെ കാണാനുള്ള സ്റ്റേറ്റസ് ഒന്നും നിനക്ക് ആയിട്ടില്ലെന്ന്. നിന്നോടൊപ്പം ഞാൻ കളിക്കാം, അത് തന്നെ ധാരാളം. എന്താ പറഞ്ഞ മനസ്സിലായില്ലേ? നിന്റെ ബിഗ് ഡാഡി ശരിക്കും ഒരു പേടിത്തൊണ്ടനാണെന്നാ തോന്നുന്നേ. കസിനോ പോലൊരു ഗുഹയില് പേടിച്ചൊളിച്ചിരിക്കുന്ന എലിയ അയാള്. ഓക്കെ, ഈ കസിനോ വിറ്റ് കഴിഞ്ഞാ പിന്നെ അയാൾ എവിടെ ഒളിച്ചിരിക്കുന്നു കാണാലോ. കാരണം ഇനിയും ഞാനിവിടെ തുടർച്ചയായി കളിച്ചുകൊണ്ടേയിരിക്കും. നിന്റെ ഓരോ രൂപയും ഞാൻ സ്വന്തമാക്കാതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നിട്ട് ഈ കസിനോ അടച്ചു പൂട്ടിക്കും. വെറുതെ പകൽക്കിനാവ് കാണണ്ട. അങ്ങനെ ഒരു കൊമ്പനും ഈ കസിനോ അടച്ചു കൂട്ടാൻ പറ്റില്ല. പിന്നെ നീയാണത് ചെയ്തു കാണിക്കാൻ പോകുന്നേ. ഇന്നിവിടെ ചോരപ്പുഴയാണ് ഒഴുകാൻ പോകുന്നത്. എന്നാ അതിൽ ഞാൻ ബോട്ടിംഗ് ചെയ്യും. പീറ്റർ ഡിക്കോസ്റ്റ, ഇന്നിവിടെ എന്ത് ഗെയിം കളിച്ചാലും അതിൽ യാതൊരു ചീറ്റിംഗ് ഉണ്ടാവില്ല. അതോർക്കേണ്ടത് നീയാണ്. എങ്കിൽ പിന്നെ ഡൈസ് ഗെയിമിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഡൺ. ഡൈസിൽ കളിക്കാം. 6 ഡൈസിനെ ഒന്നിച്ച് വീണ്ടും വീണ്ടും റോൾ ചെയ്യാം. നീ എന്ത് വെച്ചാ കളിക്കുന്നേ? ഒരു പക്ഷെ നീ തോറ്റാൽ ഇവിടെയുള്ള എല്ലാ സ്ലൈസസും എന്റേത്. നിന്റെ വിരലുകൾ ഞാൻ എടുക്കും. അടുത്ത 3 ദിവസത്തേക്ക് കാസിനോടെ പുറത്തു നിന്ന് മുട്ടുകുത്തി നിന്ന് നീ എന്നോട് ക്ഷമ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഈ ലോകത്തുള്ള ജനങ്ങൾ മനസ്സിലാക്കട്ടെ, ഈ ആന്റണിയോട് പക വീട്ടാൻ വന്നാൽ അതിന്റെ അവസാനം എന്തായിരിക്കുമെന്ന്. ഓക്കെ, ഒരുപക്ഷെ നീ തോറ്റ? നീ തന്നെ പറ. എന്റെ സ്ലൈസസ് എനിക്ക് വേണം. നിന്റെ വലത് കൈയിന്റെ നടുവിരൽ ഞാൻ കട്ട് ചെയ്യും. പിന്നെ നിന്റെ വലിയച്ഛൻ ബിഗ് ഡാഡിയുടെ കൂടെ നീ എനിക്കൊരു മീറ്റിംഗ് ഫിക്സ് ചെയ്യണം. എടുത്ത് കളിക്ക്. ഒരു റൗണ്ട് കൂടെ കളിക്കാം. കഴിഞ്ഞ ഗെയിമില് ജയിച്ച ആരെന്ന് വെച്ച ഹയസ്റ്റ് നമ്പർ കിട്ടിയ ആള്. പക്ഷേ ഈ കളിയിൽ ജയിക്കാൻ പോകുന്നത് ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന ആളാ. ഓക്കെ, ഡൺ. ഇനി നിന്റെ ടേൺ.
ഓ 6 ഡൈസ് ഒന്നിച്ചൊറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോൾ അതിന്റെ വാല്യൂ 1. ഇതിലും കുറഞ്ഞൊരു വാല്യൂ നിനക്ക് 7 ജന്മം എടുത്താലും കാണിക്കാൻ പറ്റില്ല. ഇതിലും കൂടുതൽ അപമാനം നിനക്ക് വേണ്ടാന്ന് വെച്ചു കഴിഞ്ഞാൽ എന്റെ കൈവശം ഒരു സൂപ്പർ ഐഡിയ ഉണ്ട്. മിണ്ടാതെ എഴുന്നേറ്റ് മുട്ടുകുത്തി നിന്ന് എന്റെ മുന്നിൽ കൈകൂപ്പി നിന്ന് ക്ഷമ ചോദിക്ക്. എന്നെ കൊണ്ടിതൊന്നും കഴിയില്ല, എന്നെ വിട്ടേക്ക് എന്ന് ചോദിച്ചാൽ ഞാൻ വിട്ടേക്കാം. എന്റെ ബ്രദർ സിംഹം. ഇനി കളി കണ്ടോ. നിന്റെ ഡൈസിന്റെ ശബ്ദം കേട്ടാൽ എനിക്ക് പറയാൻ പറ്റും അതെന്താണെന്ന്. കാരണം നീ തലകുത്തി നിന്നാ പോലും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. ജസ്റ്റിൻ, യെസ് ബോസ്. കത്തിയും ചോപ്പറും എടുത്തോണ്ട് വാ. കട്ട് ചെയ്യേണ്ട സമയമായി കഴിഞ്ഞു. ഞാൻ ഡൈസ് കാണിക്കുന്നതിന് മുൻപ് തന്നെ നീ എന്റെ പരാജയം പ്രഖ്യാപിച്ചോ? എവിടത്തെ കളിക്കാരനാടാ നീയൊക്കെ? കാറ്റിന്റെ ദിശ ഊഹിക്കാൻ പറ്റാത്ത പോലെയാ ഈ ലക്കിന്റെ കാര്യവും. ഏത് സമയത്തും വേണമെങ്കിൽ മാറാം. ഇപ്പൊ നീ കണ്ണു തുറന്ന് നോക്ക് ഡൈസ്. അതെന്താ താഴെ വീഴാത്തെ? വീഴ് വീഴ്. ഇത് ഇങ്ങനെ സംഭവിക്കില്ല. ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. ഇങ്ങനെ കളിക്കാൻ ഒരു മാസ്റ്ററിന് മാത്രമേ കഴിയൂ. ആരാടാ നീ? നീ എങ്ങനെ ഇത് ചെയ്തേ? എങ്ങനെ ചെയ്തേ? ആവശ്യമില്ലാത്ത ചോദ്യമാ. നീ ഇപ്പൊ ഒന്നറിഞ്ഞാ മതി, ഞാൻ ജയിച്ചു, നീ തോറ്റു. നിന്റെ നമ്പർ 1 എന്റെ നിന്റെക്കാളും കുറവും 0. ആരാണോ ചൂത് കളിച്ച് ജീവിതം കട്ടിപ്പടുക്കുന്നത് അവന്റെ അവസാനവും ചൂതുകളിയിലൂടെ ആയിരിക്കും. എന്റെ ആദ്യത്തെ കണ്ടീഷൻ കംപ്ലീറ്റ് ചെയ്യേ. ഞാൻ ജയിച്ച പൈസ മൊത്തം താ, അതും ക്യാഷ് ആയിട്ട് വേണം. അത്രയും ക്യാഷ് കാസിനോയിലില്ല. അതുകൊണ്ട് എനിക്ക് ബിഗ് ഡാഡിയോട് സംസാരിക്കേണ്ടി വരും. എങ്കിൽ പിന്നെ നീ നിന്റെ അവസാനത്തിന് റെഡി ആയിട്ട് നിന്നോ. ബിഗ് ഡാഡി, പറ. എന്നോട് ക്ഷമിക്കണം. ഞാൻ തോറ്റു. ഞാൻ ആദ്യമായിട്ട് നീ തോറ്റു കേൾക്കുന്ന ഇപ്പോഴാ. എന്താ നീ തോറ്റത്? ടോട്ടൽ ക്യാഷ്, പിന്നെ എന്റെ ഫിംഗേഴ്സ്, പിന്നെ താങ്കളുടെ കാസിനോയും. വേറെന്താ തൊലച്ചത്? നീ എന്നെയും കൂടി വച്ചാണോ കളിച്ചത്? അതെ. അല്ലല്ലല്ല, അവന്റെ കണ്ടീഷൻ നിങ്ങളെ കാണണമെന്നാ. അവനോട് പറ, എന്റെ വകയായിട്ട് അവനൊരു വിരുന്ന് കൊടുക്കാം. ഞാൻ വരുന്നുണ്ട്. ആര് പറഞ്ഞിട്ടാ നീ ഇതൊക്കെ ചെയ്യുന്നേ? ആർക്കാടാ അത്രയ്ക്ക് ധിക്കാരം? അവരോടത് ചെയ്യാൻ പറഞ്ഞു ഞാനാ നടേഷ ബേബി. ബിഗ് ഡാഡി, നീയും കാണാൻ കൊള്ളാലോ. ഏത് ക്രീമാ യൂസ് ചെയ്യുന്നേ? മാറി നിക്ക്. നീയല്ലേ അടുത്തേക്ക് വരാൻ പറഞ്ഞേ. നീ ചൂത് കളിക്ക. ആരുടെ നമ്പറാണോ കൂടുതൽ അവര് ജയിക്കും. ഒരുപക്ഷെ ഞാൻ തോറ്റ ഞാൻ എന്റെ കൈ വെട്ടിത്തരാം. പക്ഷെ ജയിച്ച നിന്റെ ജീവനെടുക്കും. മാറി നിൽക്കാനാ പറഞ്ഞേ. പറ വേഗം. അവനെവിടെ? അവനല്ലേ എന്നെ കാണണോന്ന് പറഞ്ഞത്. എവിടെയാ അവൻ? ഇവിടെ തന്നെ ഉണ്ട്. ബിഗ് ഡാഡി പറഞ്ഞിട്ടാ ഞാൻ ഇയാളെ ഒരു വീടിന്റെ മുമ്പിൽ തള്ളിയിട്ടത്. വേറെ ഒന്നും അറിയില്ല. നീയും നിന്റെ അച്ഛനെ പോലെ തന്നെ തിരുവനായെ പോലെ ചാകൂടാ. ഇനിയും നിനക്ക് കാണണോ നിന്റെ വലിയ അപ്പനെ? എന്റെ പൈസ, പിന്നെ നിന്റെ കാസിനോയുടെ ചാവി കൊണ്ടുവന്നോ? ഞാനിപ്പോ വളരെ ഹാപ്പിയാ. ഒരുപാട് നാൾക്ക് ശേഷം ഒരു സിംഹക്കുട്ടി വന്നെന്നെ ചലഞ്ച് ചെയ്തിരിക്കുക. പക്ഷെ നീ ഒരു കൊച്ചുകുട്ടിയാണ്. അവൻ ബിഗ് ഡാഡിയെ ചലഞ്ച് ചെയ്തിരിക്കുന്നു. അവനിങ് വരട്ടെ. ഒരിക്കൽ എന്നോട് കളിച്ചവൻ വീണ്ടും കളിക്കാൻ ഇറങ്ങില്ല. ഇന്നിവിടെ നിന്ന് അവന്റെ ബോഡി ആയിരിക്കും പുറത്തു പോവുക.
സമയത്തിന് വരണം, അല്ലെങ്കിൽ കളി തുടങ്ങുന്നതിന് മുമ്പ് തോറ്റുപോകും. 3, 2, 1. അവൻ പേടിച്ചു പോയി. കളിക്കുന്നതിന് മുമ്പേ പേടിച്ചു പോയി. Cheers. ഞാൻ എത്തിക്കഴിഞ്ഞുടാ. നിനക്ക് നിന്റെ മരണം കാണാൻ അത്രയ്ക്കും ധൃതിയായോ? ഞാൻ ചെറിയ ഗെയിം കളിക്കാറില്ല. എനിക്ക് വലിയ എമൗണ്ടാ ഇഷ്ടം. ഞാൻ ഈ 60 ലക്ഷം വെച്ച് കളിക്കുക. അതിന്റെ കൂടെ എന്റെ ജീവനും കൂടെ വെക്കുക. ഒരു പക്ഷെ ഞാൻ തോറ്റ എന്റെ ജീവൻ നിനക്കെടുക്കാം. എടാ നീ ആരാ? നിന്റെ ജീവൻ വെച്ച് എന്ത് ചെയ്യാനാ? സോളിഡായി വേറെ എന്തേലും പോയി. ഈ പറയുന്ന നിന്റെ ഭയം കൊണ്ടാണോ അതോ അത്യാഗ്രഹം കൊണ്ടോ? ഞാൻ എൻ്റെ അച്ഛനെ പോലും പേടിച്ചിട്ടില്ല. ഞാനൊരു അത്യാഗ്രഹിയ, ജനിച്ചപ്പം മുതലേ. എന്നോടൊപ്പം കളിച്ച് നീ തോറ്റുപോയാൽ നിനക്ക് നിന്റെ ജീവൻ നഷ്ടപ്പെടും, അത്രേ ഉള്ളൂ. അലിയ, അത്ര പെട്ടെന്ന് 30 ലക്ഷം നമ്മൾ എങ്ങനെ ഉണ്ടാക്കും? എന്ത് ചെയ്യാൻ പറ്റും? 30 ലക്ഷം പോലും അറേഞ്ച് ചെയ്യാൻ പറ്റാത്ത നീ എന്റെ കൂടെ കളിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. വേണമെങ്കിൽ നിനക്കൊരു ലോൺ അറേഞ്ച് ചെയ്തു തരാം. അതിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. ഞാൻ എന്നോടൊപ്പം 50 ലക്ഷം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി വേണമെങ്കിലും കൊണ്ടുവരാം. ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ളത് ഹീറോ ഹീറോയിനെ രക്ഷിക്കുന്ന. ഇതാദ്യമായിട്ടാണ് ഹീറോയിന് ഹീറോയെ രക്ഷിക്കുന്നത്. വാവ്, അത് കണ്ടെന്റെ കണ്ണ് നിറഞ്ഞു ബേബി. അലറിക്കറിയാൻ നന്നായി പ്രാക്ടീസ് ചെയ്തോ ബിഗ് ഡാഡി? കാരണം ഇന്ന് ചോരയാവും നിന്റെ കണ്ണീന്ന് വരും. നീ എന്റെ മനസ്സ് വല്ലാതെ സന്തോഷിപ്പിച്ചു. എന്നാ ശരി, ഇത് വെച്ച് തന്നെ 1 കോടിയും എന്റെ ജീവനും പണയം വയ്ക്കുന്നു. ഈ ഗെയിമിൽ ചീറ്റിംഗ് അലൗഡാണ്, പക്ഷെ കുടുങ്ങിപ്പോകരുത്. അങ്ങനെ ആരെങ്കിലും കുടുങ്ങിയാ അവന്റെ കളി കഴിയും. പക്ഷെ ചീറ്റർ എന്ന് പറഞ്ഞ് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിന്റെ പരാജയം അത് ഡബിൾ ആയിരിക്കും. നിങ്ങളുടെയൊക്കെ ഡൗട്ട്സ് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് കളി അങ്ങ് തുടങ്ങാം. ദൈവത്തോട് പ്രാർത്ഥിക്കുക. അത് മാത്രമല്ല, നിന്റെ കയ്യിലുള്ള ഫോട്ടോയിലെ ആളെയും ഓർക്ക്. കുറച്ച് സമയം വെയിറ്റ് ചെയ്യേ. നീയും ആ മനുഷ്യനെ പറ്റി ഓർത്തിരിക്കും. 10 ലക്ഷത്തിന്റെ ലിമിറ്റ് വെച്ച് നമുക്ക് ഈ കളി അങ്ങ് തുടങ്ങാം. ഞാനിപ്പോ കളിക്കാൻ തയ്യാറാണ്. എന്റേത് സ്പ്ലിറ്റ് ചെയ്യേ. ബ്ലാക്ക് ജാക്കിൽ ബ്ലൈൻഡാ. ഞാൻ 3 ലക്ഷം വെച്ചു. പീറ്റർ, ഒരു തവണ കാർഡ്സ് ഒന്ന് നോക്ക്. ഞാനും സ്പ്ലിറ്റ് ചെയ്തേക്കാം. 7 ലക്ഷം വെച്ച് കളിക്കാം. ഗെയിം ഇപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആവുകയാണ്. അതുകൊണ്ട് റിസ്ക് കൂടെ എടുക്കാം. ഒന്നുകൂടെ നോക്കാം. ഒരു കാർഡ് കൂടെ എടുക്കാം. എന്റെ ടോട്ടൽ 14 7 അല്ലെങ്കിൽ 7നേക്കാൾ കുറഞ്ഞു വന്നാൽ നീ ഒരൊറ്റ സ്റ്റെപ്പിൽ തന്നെ വീണു പോകും. ഇവൻ പ്രതികാരാഗ്നിയിൽ കത്തിക്കരിഞ്ഞു പോകും. നിന്റെ ഈ ഓവർ കോൺഫിഡൻസ് തന്നെയായിരിക്കും നിന്റെ തോൽവി. ഹെഡ്. കാർഡ് എന്താ ഏതാന്ന് നോക്കാതെ പീറ്റർ കാർഡ് എടുക്കുകയാണ്. ഇത് വലിയ റിസ്ക് ആണ്. എന്റെ 5 കാർഡിന്റെ ടോട്ടലാണ് 26. അവന്റെ കാർഡ് ഇതുവരെ തുറന്നു നോക്കിയിട്ടില്ല. തോൽക്കുമെന്നുള്ള ഭയം എന്തൊക്കെയാ ചെയ്യിപ്പിക്കുന്നത്. നിന്റെ പരാജയം ഉറപ്പാണ്. ഞാനിതെല്ലാം വെച്ച് കളിക്കുന്നു. ഞാനും എൻ്റെ ഉള്ളതെല്ലാം വെച്ച് കളിക്കാൻ തയ്യാറാണ്. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ.
Link in description.